ഹലോ. ഹലോ, നന്ദ സാറല്ലേ? അതെ, ആരാ സംസാരിക്കുന്നേ? ഹലോ ഹലോ ഹലോ, നിങ്ങളാരാ? ഞാൻ ദേവമംഗലത്തെ ശ്യാമയുടെ ഏട്ടത്തിയാ, ഉഷ. പറയൂ, എന്താ കാര്യം? എനിക്ക് സാറിനോട് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പറഞ്ഞോളൂ. ക്ഷമിക്കണം, ഫോണിലൂടെ അതൊന്നും പറയാനുള്ള അവസരമില്ല സാർ. നേരിട്ട് കാണണം. അതും ദൂരെയൊന്നും എനിക്ക് വരാൻ പറ്റില്ല. വീടിനടുത്ത് എവിടെയെങ്കിലും. ഞാൻ എവിടെ, എപ്പോ വെയിറ്റ് ചെയ്യണം? അതെ, ഓക്കെ, ശരി, ഞാൻ വരാം. ശരി. എന്താണോ തന്റെ അമ്മായിമ്മയുടെ ഉദ്ദേശം? കുട്ടികളെ കൊല്ലേ? ഗുണ്ടകളെ വിട്ട് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കേ? എന്താ പറയേ? പറയടോ, എന്താ ഈ ഗായത്രി ദേവിയുടെ ഉദ്ദേശം? എനിക്കും ജ്യോതിക്കും ഞങ്ങളുടെ കുട്ടി എന്താണെന്നറിയോ? ഞങ്ങളുടെ ജീവനവൻ. അവനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുക, കൊല്ലാൻ ശ്രമിക്കുക, കൊന്നുകളയും എല്ലാത്തിനെയും. തന്റെ ഗായത്രി ദേവിയും കുട്ടികൃഷ്ണയും ദമയന്തിയും ഒക്കെ. സാർ ഇത്രയും കോപിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതൊന്നും പറയില്ലായിരുന്നു. പറയാതെ പിന്നെ ഇനിയും നിങ്ങളുടെ ദേവിക്ക് നരബലി നടത്താൻ വിട്ടുകൊടുക്കണോ എന്റെ മോനെ? അല്ല സാർ, ഇനി അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടായാൽ ഒരു മുൻകരുതൽ എടുക്കാൻ കഴിയുമല്ലോ എന്നോർത്ത് വന്നു പറഞ്ഞു, അത്രേ ഉള്ളൂ. നന്ദി, ഇൻഫർമേഷൻ നന്ദി. എനിക്കറിയാം ഞാൻ എന്ത് ചെയ്യണമെന്ന്. സാർ എന്ത് ചെയ്താലും ആദ്യം ഇത് ബാധിക്കുന്നത് ശ്യാമയാ. കാരണം വീട്ടിൽ അവക്ക് മാത്രമേ ഇക്കാര്യം അറിയൂ. ഇപ്പൊ എനിക്കും. അവിടെ ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും സംരക്ഷിക്കാൻ ആരുമില്ല. അത് ഓർമ്മ വേണം. ഇനി സാറിന്റെ ഇഷ്ടം പോലെ ആവാം. കുടുംബിനി പരമ്പര ഇടവേളയ്ക്ക് ശേഷം തുടരും. 916 സംശുദ്ധി തിരിച്ചറിയാൻ ഇന്ത്യ ഗവൺമെന്റിന്റെ BIS ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനമാണ് ഹാൾമാർക്കിംഗ്. എല്ലാരും പറയുന്നു 916, ഭീമ നൽകുന്നു 916. എന്റെ പൊന്നെ, ഗുരുവായൂർ അമ്പലത്തിന് തൊട്ടടുത്ത് നല്ലൊരു അപ്പാർട്ട്മെന്റ് വീടേ. മുടക്കിയാൽ എന്താ, എന്നും വില കൂടല്ലേ? അതെ, വേണമെങ്കിൽ മാസവരുമാനം ലഭിക്കാനുള്ള സ്കീമുണ്ടത്രേ. നമുക്കേ ഇന്ന് തന്നെ ബുക്ക് ചെയ്യാട്ടോ. വീരമണി ഡീലക്സ് അപ്പാർട്ട്മെന്റ്സ് പട്ടാമ്പി. ഫോൺ 0466 221 221 98461 61422. വീരമണി ഡീലക്സ് അപ്പാർട്ട്മെന്റ്സ് പട്ടാമ്പി. ലക്ഷ്മി ജ്വല്ലറി, ഗോൾഡ് സൂപ്പർ മാർക്കറ്റ്, കൊടുങ്ങല്ലൂർ.
കുടുംബിനി പരമ്പര തുടരുന്നു. ആഹാ, അച്ഛനും മോനും ഉറങ്ങാൻ പരിപാടിയൊന്നുമില്ലേ? എന്താ നന്ദേട്ടാ? ഏയ്, ഞാനിങ്ങനെ മോനുമായിട്ട് ഓരോന്ന് പറഞ്ഞിരുന്നല്ലേ. അതിന് നന്ദേട്ടൻ കരയുന്നത് എന്തിനാ? കരഞ്ഞെന്നോ? ഞാനോ? എന്തിന്? നിനക്ക് വെറുതെ തോന്നിയായിരിക്കും. കള്ളം പറയണ്ട, ഞാൻ കണ്ടതല്ലേ. അത് ചിലപ്പോൾ മോന്റെ കൈവിരൽ കണ്ണി കൊണ്ടതാവും. അതിന് ഞാൻ സമാധാനം പറയണം? ദേ, തൽക്കാലം ചോദ്യം ചെയ്യൽ നിർത്തി താൻ പോയി കിടക്ക്. ഇതാ മോനെ കിടത്ത്. ഗായത്രി ദേവി ഇല്ലേ? ഉണ്ടല്ലോ. സാർ എവിടുന്നാ? ഒന്ന് വിളിക്കൂ. അല്ല, ആര് വന്നെന്നാ പറയേണ്ടത്? അവർ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. ശരി. ഞാൻ നന്ദകുമാർ. എന്നെ അന്വേഷിച്ച് നിങ്ങൾ 1-2 തവണ വീട്ടിൽ വന്നിരുന്നു എന്നറിഞ്ഞു. സോറി, തിരക്ക് കാരണം കാണാൻ പറ്റിയില്ല. സൗകര്യം ഒത്തു കിട്ടിയപ്പോൾ നേരിട്ട് വന്ന് കണ്ടേക്കാമെന്ന് വെച്ചു. ബുദ്ധിമുട്ടായില്ലല്ലോ? വരൂ. ഹലോ ശശികുമാർ, തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? ഞാൻ അമ്മയൊന്ന് കാണാമെന്നാ. ഓ, അമ്മയുമായിട്ട് എനിക്കെങ്ങനെ പരിചയമെന്നായിരിക്കും ശശി ഇപ്പം ചിന്തിക്കുന്നത്. ഞങ്ങൾ തമ്മിലൊരു ബിസിനസ് ഡീലുണ്ട്. പണിയാൻ പോകുന്ന വീടിൻ്റെ വർക്ക് എന്നെ ഏൽപ്പിക്കാനാ അമ്മയ്ക്ക് ആഗ്രഹം. ഏതായാലും ശശി കൂടി ഉള്ളത് നന്നായി. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാമല്ലോ. എന്താ ശശിക്കൊരു വല്ലായ്മ പോലെ? മറ്റു കാര്യങ്ങളുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. പ്രൊഫഷനും പേഴ്സണൽ റിലേഷനും കൂടി ഒരിക്കലും കൂട്ടിക്കുഴയ്ക്കരുത്. ദേ, അമ്മയെ കണ്ടു പഠിക്കേ. ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും ഒരു വീടിന്റെ കാര്യം വന്നപ്പോൾ ആദ്യം എൻ്റെ അടുത്ത് തന്നെ വന്നില്ലേ? ആ ഒരു സ്പിരിറ്റ് എനിക്ക് നന്നായി മനസ്സിലായതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്.
അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ? നമുക്ക് എന്റെ മുറിയിലിരിക്കാം. ഓക്കെ. വേറെ ആരും അവിടെ വേണ്ട. സോറി. വരൂ, ഇരിക്കൂ. ഇരിക്കൂ. ഗായത്രി ദേവി തികഞ്ഞൊരു ഈശ്വരവിശ്വാസിയാണല്ലോ. ഊണിലും ഉറക്കത്തിലുമൊക്കെ ഈശ്വരപാദം പൂജിച്ചു കഴിയുന്ന പരിശുദ്ധ മനസ്സിനുടമ അല്ലേ? പക്ഷേ ഈ കണ്ണിൽ സൂക്ഷിച്ചൊന്ന് നോക്കിയാലറിയാം, ഭക്തിയല്ല ഭയമാണ് നിങ്ങളുടെ മനസ്സ് മുഴുവനെന്ന്. മരണത്തെ ഒരുപാട് ഭയക്കുന്നുണ്ട് നിങ്ങൾ. കുടുംബിനി പരമ്പര ഇടവേളയ്ക്ക് ശേഷം തുടരും. ലക്ഷ്മി ജ്വല്ലറി ഗോൾഡ് സൂപ്പർ മാർക്കറ്റ് കൊടുങ്ങല്ലൂർ. എന്റെ പൊന്നെ, എങ്ങോട്ടാ ഇവരൊക്കെ ഈ ഓടണേ? അറിഞ്ഞില്ലേ? നിങ്ങളൊക്കെ ഏത് ലോകത്താ? പട്ടാമ്പി വീരമണിയില് യൂണിഫോം ഒക്കെ വെറുതെ കിട്ടല്ലേ? അതെ അതെ, എല്ലാവർക്കും മിക്കതും 2 എണ്ണം വാങ്ങുമ്പോൾ 1 ഫ്രീയും കിട്ടല്ലേ. എത്ര നല്ല കൊടകളാ! അതും അങ്ങനെ തന്നെ. ചന്തമുള്ള സ്കൂൾ ബാഗുകളും എത്ര തരാ. നമ്മുടെ കട, സാധാരണക്കാരുടെ കട. ഇനി നമുക്ക് എന്തും അവിടെ നിന്ന് തന്നെ മതി. വീരമണി ടെക്സ്റ്റൈൽസ്, പട്ടാമ്പി. കുടുംബിനി പരമ്പര തുടരുന്നു. പക്ഷേ ഈ കണ്ണിൽ സൂക്ഷിച്ചൊന്ന് നോക്കിയാലറിയാം, ഭക്തിയല്ല ഭയമാണ് നിങ്ങളുടെ മനസ്സ് മുഴുവനെന്ന്. മരണത്തെ ഒരുപാട് ഭയക്കുന്നുണ്ട് നിങ്ങൾ. ആ പേടി കാരണം ദാ നിങ്ങൾ സ്വന്തം മുറിയിൽ അമ്പലം പണിത് പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങൾക്ക് പോലും പരിധിയുണ്ട് ഗായത്രി ദേവി. തരാൻ കഴിയുന്നതേ അവരോട് നമ്മൾ തേടാവൂ. മക്കളും മരുമക്കളും ചെറുമക്കളും ഒക്കെ ആയില്ലേ നിങ്ങൾക്ക്? ജീവിതത്തിന്റെ പകുതിയിലധികം സുഖമായി സുഭിക്ഷമായി ജീവിച്ചു തീർത്തില്ലേ? ജീവിക്കാൻ പിന്നെയും എന്തിനീ ആർത്തി? ഭൂമിയുടെ വെളിച്ചം കണ്ട് നിമിഷങ്ങൾക്കകം പൊലിഞ്ഞു പോകുന്ന ജന്മങ്ങളുണ്ട്. 100, 120 വർഷങ്ങൾ ജീവിച്ച് ഇഴഞ്ഞു നിരങ്ങിയും നരകിച്ച് മരിക്കുന്നവരുണ്ട്. അതവരുടെ വിധി. ഈശ്വരനായിട്ട് കൽപ്പിച്ചു കൊടുക്കുന്ന ആയുസ് അത് തിരുത്താനും മറികടക്കാനും ശ്രമിക്കുന്നത് മണ്ടത്തരമല്ലേ? ഒരുപാട് കാര്യങ്ങളിൽ അന്ധമായി വിശ്വസിക്കുന്നതാണ് നിങ്ങളുടെ ഈ പ്രശ്നത്തിനെല്ലാം കാരണം. തറവാട്ടിൽ ആൺതരി പിറന്നാൽ മരണം നിശ്ചയമാണെന്ന് നിങ്ങൾ പേടിച്ചു. അതിന് തടയിടാൻ ഒരമ്മയും ചെയ്യാൻ പാടില്ലാത്ത പാപം ചെയ്തു. ഗർഭത്തിലെ കൊന്നുകളഞ്ഞില്ലേ ഒരു കുഞ്ഞിനെ? സ്വന്തം മകനോടും ഭാര്യയോടും ഒരമ്മയ്ക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരത. എന്നിട്ടെന്ത് നേടി? ഒരു പെൺകുട്ടിയുടെയും സ്വന്തം മകന്റെയും ശാപം തലയിൽ വാങ്ങി. അതുകൊണ്ട് അവസാനിപ്പിച്ചോ? ശശിക്ക് ജനിച്ച കുഞ്ഞിനെ കൊല്ലാൻ ആളിനെ ഏർപ്പാടാക്കിയതും നിങ്ങളുടെ ബുദ്ധി. ഇല്ല, ഞാൻ ആരെയും കൊല്ലാൻ നോക്കിയിട്ടില്ല, സത്യം. നോ, കള്ളം. കല്ലുവെച്ച നുണയാണ് നിങ്ങൾ പറയുന്നത്. തെളിവുകളുണ്ട് എന്റെ പക്കൽ, നിഷേധിക്കാൻ പറ്റാത്തത്ര തെളിവുകൾ. നിങ്ങൾ അതിന് ശ്രമിച്ചിട്ടില്ലെങ്കിൽ എന്റെ വീട്ടിൽ എന്തിന് ദമയന്തി അവതരിച്ചു? ഗൾഫിലുള്ള മകന് വീട് പണിയാനെന്ന പേരിൽ എന്തിന് നിങ്ങൾ അവിടെ വന്ന് ജ്യോതിയെ കണ്ടു? മറുപടി ഉണ്ടോ നിങ്ങൾക്ക്? സ്വയരക്ഷയ്ക്ക് കയ്യിൽ കരുതാറുള്ള ലൈസൻസ് ഉള്ള ഒരു തോക്കുണ്ട് എന്റെ കയ്യിൽ. ഒരേ ഒരു ബുള്ളറ്റ്. അതിലൊതുക്കും ഞാൻ നിങ്ങളുടെ നശിച്ച മനസ്സും പ്രവൃത്തിയും. പിന്നെ
എന്റെ കണ്ണനോട് എന്തെങ്കിലും ദുഷ്ടത്തരം ഇനി ഈ മനസ്സിൽ തോന്നിന്നറിഞ്ഞ നന്ദൻ എത്തുന്നത് മുറി അടച്ചുള്ള ഒരു രഹസ്യ സംഭാഷണത്തിനായിരിക്കില്ല. കൊന്നുകളയും ഞാൻ. ആയുസിന്റെ അറുതി അവന്റെ ജാതകദോഷം കൊണ്ടായിരിക്കില്ല. ഒരു കാര്യം കൂടി, 8 വർഷം കാത്തിരുന്ന് എന്റെ ചോരയിൽ പിറന്നൊരു കുഞ്ഞ് ഈ വീട്ടിലുണ്ട്. എന്നോടുള്ള പകയും പ്രതികാരവും ഒക്കെ അതിനോട് തീർക്കാൻ വല്ല നീക്കവും ഉണ്ടെങ്കിൽ അതിവിടം കൊണ്ട് അവസാനിപ്പിക്കണം. കുട്ടിക്കൃഷ്ണൻ അല്ലേ? ഗായത്രി ദേവിയുടെ വിശ്വസ്തൻ, നിഴല് പോലെ കൂടെ കിടക്കുന്ന വക്രബുദ്ധിക്കാരൻ. നിന്റെ ഈ മത്തങ്ങ പോലത്തെ ദേഹം ഒരൊറ്റ ഞെരിച്ചിലിനെ അവസാനിപ്പിക്കാൻ അറിയാഞ്ഞില്ല. ഇത്തവണത്തേക്ക് ക്ഷമിക്കാം, മനസ്സിലാടാ? വാലാട്ടിപ്പട്ടിയെ പോലെ കൂടെ നടക്കുന്നെങ്കിൽ അയക്കോ. പക്ഷേ ഈ വൃത്തികെട്ട മനസ്സിലെ വിഷം കുത്തിവെച്ച് ഇവരെ കൊണ്ട് അതിബുദ്ധി വല്ലതും ചെയ്യിക്കാൻ ശ്രമിച്ച പുറം ലോകം കാണില്ല നീ, കേട്ടോ? പറഞ്ഞതൊക്കെ ഓർമ്മ വേണം. ഈ മുറിക്ക് പുറത്തറിയുന്നത് നമ്മൾ സംസാരിച്ചത് ബിസിനസ് മാത്രമാണെന്നായിരിക്കണം. അയാൾ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞെന്നാ? പൊയ്ക്കൊണ്ട് എന്റെ മുന്നിൽ നിന്ന്. അയാള് പറഞ്ഞ നേരാണോ? അമ്മ പുതിയ വീട് വെക്കുന്നുണ്ടോ? എല്ലാം പുതിയതായി തുടങ്ങാമെന്ന് കരുതുന്നു. ദേവമംഗലം ഗായത്രി ദേവിക്ക് അന്യമായി കൊണ്ടിരിക്കുകയല്ലേ. മണിക്ക്